ഹലോ എവ്രി വൺ. +2 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്. സോ ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്ന കുറേ ഡിസീസസ്, അതിന്റെ കോസേറ്റീവ് ഓർഗാനിസംസ്, അതിന്റെ സിംറ്റംസ് എല്ലാം കൂടി പഠിച്ച അവസ്ഥ നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആവും അല്ലേ? സോ ഇനി കൺഫ്യൂഷൻസ് വേണ്ട. വളരെ എളുപ്പത്തിൽ 2 ടേബിൾ കൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് പഠിച്ചു തീർക്കാം. ആ ഒരു 5-6 പേജസ് നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പഠിച്ചു തീർക്കാം. പരീക്ഷയ്ക്ക് ഇത് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സോ അത്രയും പഠിച്ച് നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് സഹായവുമായിട്ട് എത്തിയിരിക്കുകയാണ്. അത് നമുക്ക് വളരെ വേഗത്തിലും എളുപ്പത്തിലും പഠിച്ചു തീർക്കാനായിട്ടുള്ള ട്രിക്ക്. സോ തുടങ്ങാം. നമ്മുടെ ഫസ്റ്റ് ഡിസീസ് നമുക്ക് പഠിക്കാനുള്ളത് ടൈഫോയിഡ് ഡിസീസ് ആണ്. ടൈഫോയിഡിന്റെ കാരണക്കാരൻ ആരെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. മറക്കണ്ട, ഇറ്റ് ഈസ് സാൽമോണല്ല ടൈഫി വിച്ച് ഈസ് എ ബാക്ടീരിയം. ഇനി ഇതിന്റെ സിംറ്റംസ് എന്താ? ഓഫ് കോഴ്സ് സസ്റ്റൈൻഡ് ഫീവർ, അങ്ങനെ നിൽക്കുന്ന ഒരു പനി, ഒരു 40 ഡിഗ്രി 39-40 ഡിഗ്രി നിൽക്കുന്ന അതേപോലെ നിൽക്കുന്ന ഒരു പനി ഉണ്ടാവും. പിന്നെ ഓഫ് കോഴ്സ് പനിയുടെ കൂടെ ഉണ്ടാകുന്ന ക്ഷീണം, വയറുവേദന, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുക, തലവേദന, വിശപ്പില്ലായ്മ, ഇതൊക്കെ കൂടെ പറമ്പല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാവുന്ന സിംറ്റംസ് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് എഴുതാവുന്ന സിംറ്റംസ് തന്നെയാണ്. സോ ഇതാണ് ഏതെന്ന് പറയുന്നത് ടൈഫോയിഡ് കോസ്ഡ് ബൈ സാൽമോണല്ല ടൈഫി വിച്ച് ഈസ് എ ബാക്ടീരിയം. മറക്കരുതേ. ഒരു എക്സ്ട്രാ ടിപ്പ് കൂടി പറഞ്ഞു തരട്ടെ. ടൈഫോയിഡ് ആണോ അല്ലേ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് നടത്തും അല്ലെ. അതിന്റെ പേരെന്താ? വൈഡൽ ടെസ്റ്റ്. മറക്കട്ടെ കേട്ടോ, അതുകൂടി ഇരിക്കട്ടെ പോകുന്ന വഴിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ അടുത്ത ഡിസീസ് ആണ് നിമോണിയ. നിമോണിയ നമുക്കറിയാം ലങ്സിനെ ബാധിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ഡിസീസ് ആണ്. നിമോണിയക്ക് കാരണക്കാരൻ 2 ബാക്ടീരിയംസ് ആണ്. ഒന്ന് സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ, രണ്ടാമത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. സോ ഈ 2 പേരും ചേർന്നിട്ടാണ് നമുക്ക് നിമോണിയ തരുന്നത്. തരാൻ എത്ര പേരാ അല്ലേ. നിമോണിയ കോസേറ്റീവ് ഓർഗാനിസം ബാക്ടീരിയ ആണെന്ന് മറക്കരുത്. ഓഫ് കോഴ്സ് ഇത് നമ്മുടെ ലങ്സിനെയാണ് ബാധിക്കുന്നത്. ലങ്സിന്റെ എയർ സാക്കുകളിൽ അല്ലെങ്കിൽ ആൽവിയോളയിലൊക്കെ എന്ത് വരും? ഈ പറയുന്ന ഫ്ലൂയിഡ് ഫില്ല് ആവുകയും നമുക്ക് ബ്രീത്തിങ് ഭയങ്കര ഡിഫിക്കൽട്ടി ആവും. ഒപ്പം നമുക്ക് ഭയങ്കര കോൾഡും, മീൻസ് നല്ല ഭയങ്കര ചില്ല, നമ്മൾ തണുത്തിട്ട് പിന്നെ നമുക്ക് ഭയങ്കര ഫീവറും കഫും തലവേദന ഒക്കെ വരുന്ന ഒരു ഡിസീസാണ് നിമോണിയ എന്ന് പറയുന്നത്. നമുക്കറിയാം നിമോണിയ ഏറ്റവും അധികം ആകുമ്പോഴത്തേക്കും നമ്മുടെ ലിപ്സിലും നമ്മുടെ വിരലുകളിലൊക്കെ, വിരലിന്റെ ഏറ്റവും നഖങ്ങളുടെ അവിടെയൊക്കെ ഒരു ബ്ലൂ കളറേഷൻ ഒക്കെ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ വളരെ ക്രോണിക് സ്റ്റേജ് ആണ് നിമോണിയയുടെ. അടുത്ത ഡിസീസാണ് കോമൺ കോൾഡ്. ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡിസീസാണ് കോമൺ കോൾഡ്. എനിക്ക് ഈ ഡിസീസ് കൊണ്ടുവന്നത് നമ്മുടെ സ്വന്തം റൈനോ വൈറസുകളാണ്. മറക്കരുത്, റൈനോ വൈറസ് ഒരു വൈറൽ ഡിസീസാണ് എന്ന് പറയുന്നത് കോമൺ കോൾഡ്. നമുക്കറിയാം അടുത്തിരിക്കുന്ന ആൾക്കുണ്ടെങ്കിൽ നമുക്കും വരും അല്ലെ. യെസ്, എയർ ഡ്രോപ്ലെറ്റ്സ് വഴിയൊക്കെയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. ഇത് നമ്മുടെ നെയ്സൽ ട്രാക്റ്റിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ മൂക്കടപ്പ് ഉണ്ടാകും, നെയ്സൽ കൺജഷൻ, പിന്നെ ഡിസ്ചാർജ്, പിന്നെ സോർ ത്രോട്ട് ഉണ്ടാകുക, ഹോസ്നെസ്, ഒരു കരകരപ്പ് അല്ലെ, പിന്നെ കഫ്, ദെൻ ഹെഡ്, ചെറിയൊരു തലവേദന, ഒരു ക്ഷീണം അല്ലെ. ഇതൊക്കെയാണ് കോമൺ കോൾഡിന്റെ ലക്ഷണങ്ങൾ. ഇത് നിങ്ങൾക്കറിയാം ഒരു 3 മുതൽ 7 ദിവസത്തിന് കൊണ്ട് മാത്രം മാറുന്ന ഒരു ഡിസീസാണ് ഏതെന്ന് പറയുന്നത് കോമൺ കോൾഡ് എന്ന് പറയുന്നത്. മറക്കണ്ട, ഇറ്റ് ഈസ് എ വൈറൽ ഡിസീസ് കോസ്ഡ് ബൈ റൈനോ വൈറസ്. അടുത്തത് മലേറിയ. അതിന്റെ ഫ്ലോ ചാർട്ട് ഉൾപ്പെടെ നമുക്ക് പഠിക്കുന്ന സാധനമാണ്. മൊസ്കിറ്റോ അല്ലെ, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ പരത്തുന്ന ഒരു അസുഖമാണ്. ഇത് കോസേറ്റീവ് ഓർഗാനിസം പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയം വിച്ച് ഈസ് എ പ്രോട്ടോസോവൻ. പ്ലാസ്മോഡിയത്തിന് 3 സ്പീഷീസ് നമുക്ക് പഠിക്കാം. പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ട്, പ്ലാസ്മോഡിയം മലേറിയ ഉണ്ട്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഉണ്ട്. അതിൽ ഏറ്റവും ഡേഞ്ചർ ആരാണ്? യെസ്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. അതാണ് മാലിഗ്നന്റ് മലേറിയ, അതാണ് ഏറ്റവും ഡേഞ്ചർ മലേറിയ. അതിന്റെ ലക്ഷണം ഓഫ് കോഴ്സ് ഇത് മലേറിയ എന്ന് പറഞ്ഞാൽ പനിയാണ്. അപ്പൊ ഫീവർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് വരുന്നത്. അതിന്റെ ലൈഫ് സൈക്കിൾ കൂടി നമ്മൾ അതിനോടൊപ്പം പഠിച്ച് വെച്ചേക്കാം മലേറിയയെ കുറിച്ചുള്ളത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിസീസ് അമീബിയാസിസ്. അമീബിയാസിന്റെ കാരണം ഒരു പ്രോട്ടോസോവനാണ്. പേര് എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. എന്റെ സ്വന്തം അമീബ അല്ലെ, എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. സോ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്കയാണ് ഒരു പ്രോട്ടോസോവനാണ് വിച്ച് കോസസ് അമീബിയാസിസ്. ഇത് നല്ല വയറുവേദനയാണ്, കടുത്ത വയറുവേദന, കോൺസ്റ്റിപ്പേഷനും അബ്ഡോമിനൽ പെയിനും, അതുപോലെ ക്രാംസ്, അതുപോലെ ഫീക്കൽ മാറ്ററിൽ ചെറിയ രീതിയിലുള്ള ബ്ലഡ് ഒക്കെ കാണുക, ഇങ്ങനെയൊക്കെ കുറെ സിംറ്റംസ് ഉണ്ട് അമീബിയാസിസ്. അമീബിയാസിസ് ഇസ് കോസ്ഡ് ബൈ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. അടുത്തത് അസ്കാരിയാസിസ്. അസ്കാരിയാസിസ് ഇസ് കോസ്ഡ് ബൈ അസ്കാരിസ്, നമ്മൾ റൗണ്ട് വേർബ്സ് എന്ന് പറയും. ആൻഡ് ഇതിന്റെ ലക്ഷണം ആക്ച്വലി വയറുവേദന തന്നെയാണ്. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാകും, മസ്കുലർ പെയിൻ ഉണ്ടാകും, ഫീവർ, പനി ഉണ്ടാകും, അതുപോലെ അനീമിയ, ചെറിയ രീതിയിൽ അനീമിയ, അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രിയൽ പാസേജിൽ ചെറിയ ബ്ലോക്ക് ഉണ്ടാകുക, അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. സോ ഇതാണ് അസ്കാരിയാസിസ്, അതും ഒരു വയറുവേദന. അപ്പൊ അമീബിയാസിസും അസ്കാരിയാസിസും വയറുവേദനയാണ്. എന്നാൽ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് എലിഫന്റിയാസിസ് അഥവാ ഫൈലേറിയാസിസ്. ഇത് മന്ദരോഗം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇതിന്റെ കാരണക്കാരൻ വുച്ചനേറിയ എന്ന് പറയുന്ന ഫൈലേറിയൽ വേർബ്സ് ആണ്. വുച്ചനേറിയ 2 ടൈപ്പ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. വുച്ചനേറിയ മലായി ഉണ്ട്, വുച്ചനേറിയ ബാങ്ക്രോഫ്റ്റിയും പഠിക്കാനുണ്ട്. സ്വാഭാവികമായിട്ടും മന്ദരോഗം ബാധിക്കുന്നത് നമ്മുടെ കാലുകളിലാണ്, ലോവർ ലിംസിലാണ്. അവിടെ നീരടിക്കും അല്ലെ, നമ്മുടെ ലിംഫ് നോഡുകളിലാണ് ഇത് വന്ന് ഇരിക്കുന്നത്.
മൊസ്കിറ്റോസ്, ഫീമെയിൽ മൊസ്കിറ്റോസ് ആണ് ഇത് പരത്തുന്നത്. അപ്പൊ ഇതെന്ത് സംഭവിക്കും, നമ്മുടെ കാലുകളിലൊക്കെ നീരടിക്കുക, ചിലപ്പോൾ അത് ജെനിറ്റൽ ഏരിയ വരെ ആ ഒരു ഇൻഫ്ലമേഷൻ നീരടിക്കുന്നത് അതുവരെ ചിലപ്പോൾ മന്ദരോഗം അതുവരെ ബാധിക്കാം. ഇതാണ് ഇതെന്ന് പറയുന്നത് എലിഫന്റിയാസിസ് അഥവാ ഫൈലേറിയാസിസ്. ആൻഡ് ലാസ്റ്റ് റിംഗ് വേം ഡിസീസ്, നമ്മൾ വട്ടച്ചൊറി എന്നൊക്കെ പറയുന്നതാണ് റിംഗ് വേം ഡിസീസ്, വിച്ച് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് മൈക്രോസ്പോറം. അതിൽ തന്നെ വേറെ 3 സ്പീഷീസ് എഴുതിയിട്ടുണ്ട് ഞാൻ, നമുക്ക് പരീക്ഷയ്ക്ക് മൈക്രോസ്പോറെ ചോദിക്കത്തുള്ളൂ. സോ മൈക്രോസ്പോറമാണ് ഫംഗസിന് കാരണം, ആ ഫംഗസ് ആണ് ഈ റിംഗ് വേം ഡിസീസിന് കാരണക്കാരൻ. ആൻഡ് ഓഫ് കോഴ്സ് അവിടെ ചെറിയ രീതിയിൽ നമ്മുടെ സ്കിന്നിങ്ങനെ എന്താ പറയാ ഡ്രൈ ആകുക, അവിടെ ഇങ്ങനെ അവിടെ ചെറിയ തടുപ്പും നീറ്റലും ഒക്കെ ഉണ്ടാകുക, ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സംഭവിക്കുന്നത്. കൂടുതലും കയ്യിലും അല്ലെങ്കിൽ മിക്കവാറും സ്കാൽപ്പിലൊക്കെ സംഭവിക്കാറുണ്ട്, മുഖത്തൊക്കെ വരാറുണ്ട്. സോ ഇതാണ് റിംഗ് വേം ഡിസീസ് എന്ന് പറയുന്നത്. മക്കളെ ഈ ഡിസീസ്, ഈ 8 ഡിസീസ് അങ്ങനെ പഠിച്ചു വെച്ചോളൂ, ഈ ടേബിൾ അങ്ങനെ പഠിച്ചു വെച്ചോളൂ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നതൊക്കെ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും പഠിക്കാൻ വളരെ എളുപ്പമല്ലേ? അപ്പൊ ആ ഡിസീസസ് പഠിച്ചു കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ പഠിക്കുന്നത് അതിന്റെ ഡിഫൻസ് മെക്കാനിസം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ ഡിസീസ് സെക്ഷൻ ഈസ് ഓവർ. സോ വളരെ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ടോപ്പിക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഐ എം ഡോക്ടർ മനു. ബൈ ഫോർ നൗ.